CBC Joseph ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സിബി ഗുഡ് മോർണിംഗ്. വിനിഷ വെരി ഗുഡ് മോർണിംഗ്. വളരെ ത്യാഗനിർഭരമായ ഒരു യാത്ര തന്നെയായിരിക്കണം അവരുടെ വീട്ടിലേക്ക്. കാരണം വഴിയോ റോഡോ ഒന്നുമില്ലാത്ത, വാഹന ഗതാഗത സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലത്താണ് ഈ പെൺകുട്ടികളുടെ വീടുണ്ടായിരുന്നത്. സിബി അവിടേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ച് ആദ്യം സംസാരിക്കൂ. വിനിഷ, തീർച്ചയായും അവർ താമസിക്കുന്ന ഇടത്തേക്ക് എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുർഗിലാണ്. ഈ ദുർഗിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെയാണ് ഈ നാരായൺപൂർ എന്ന സ്ഥലത്തുള്ളത്. നാരായൺപൂരിൽ എത്തിയ ശേഷം അവിടെ നിന്നും ഇവർ താമസിക്കുന്നത് ഓർച്ച എന്ന പ്രദേശത്താണ്. ഓർച്ച എന്നൊരു ആദിവാസി കോളനിയാണ്. അങ്ങോട്ടേക്കൊക്കെ വാഹനം കയറി ചെല്ലാൻ കഴിയില്ല. ചില ഭാഗങ്ങളിലൊക്കെ ബൈക്കിലൂടെ പോകേണ്ടി വരും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവിടെ ചെന്നത്. മാത്രമല്ല, നമുക്കറിയാം അവിടെ എല്ലാം ഈ നക്സൽ മാവോയിസ്റ്റ് ഏരിയ കൂടിയാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. വളരെയധികം നക്സലാക്രമണവും മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ളൊരു പ്രദേശം കൂടിയാണ്. അതിലൂടെ വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് നമ്മൾ ചെന്നെത്തിയത്. ഈ പെൺകുട്ടികൾ അവിടെ ഓർച്ച പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പരാതി കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. 3 പെൺകുട്ടികളും പോയിരുന്നു. നേരത്തെ ഈ SP മുന്നിൽ, നാരായൺപൂരിലെ SP മുന്നിൽ പരാതി കൊടുത്തെങ്കിലും അവർ SP ആ പരാതി വാങ്ങാൻ തയ്യാറായില്ല. പിന്നീടാണ് ഇവർ ഓർച്ച അവരുടെ ഈ അന്വേഷണ പരിധിയിൽപ്പെടുന്ന ഓർച്ച പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. ഇതിൽ 2 പെൺകുട്ടികൾ ഓർച്ച പോലീസ് സ്റ്റേഷനിലും മറ്റൊരു പെൺകുട്ടി കുക്കഡ ജോർ എന്ന മറ്റൊരു ആദിവാസി സെഗ്മെൻറ്റിലും. ഈ 2 ആദിവാസി സെഗ്മെൻറ്റിലായിട്ടാണ് ഈ 3 പെൺകുട്ടികൾ താമസിക്കുന്നത്. 2 പെൺകുട്ടികൾ, അതായത് സുക്മതിയും ലളിതയും ഓർച്ച ആദിവാസി സെഗ്മെൻറ്റിലും, കമലേശ്വരി പ്രധാൻ കുക്കഡ ജോർ എന്ന മറ്റൊരു ആദിവാസി സെഗ്മെൻറ്റ്. അങ്ങനെ 2 സ്റ്റേഷനിലായിട്ടാണ് 3 പെൺകുട്ടികൾ പരാതി നൽകിയത്. അവർ അവിടെ ചെന്നപ്പോൾ അവർക്ക് വളരെ ഭയാനകം, അല്ലെങ്കിൽ അവർ ഭയചകിതരായ ഒരു അവസ്ഥയിലായിരുന്നു. അവർക്ക് എല്ലാവരും മാധ്യമങ്ങളും സംസാരിക്കാൻ വളരെ ഭയമുണ്ട്. മാത്രമല്ല, ഇവർക്ക് ജീവന് ഭീഷണിയുണ്ട്. അവിടെയുള്ള CPIയും CPIയും എല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവർക്കൊരു സംരക്ഷണം നൽകിയിരിക്കുന്നത്. അവരുടെ സംരക്ഷണത്തിലാണ് ഇവരെന്ന് പറയാം. അതുകൊണ്ട് വളരെയധികം അവരുടെ ബജരംഗ പ്രവർത്തകരുടെ ഭീഷണിയുണ്ട്. അവർക്ക് ജീവന് ഭയമുണ്ട്. ആ ഒരു രീതിയിൽ അവർക്ക് കൃത്യമായി ഇടതുപക്ഷ സംഘടന നൽകിയ ഒരു ഉറപ്പിൻ്റെ ഒരു സുരക്ഷയുടെ പേരിലാണ് ഇപ്പോൾ അവർ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തയ്യാറായത്. പക്ഷേ മാത്രമല്ല, അവർ വളരെയധികം വിഷമത്തിലുമാണ്. എന്തായാലും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലാണ് അവർ നടത്തിയത് കൈരളി ന്യൂസിനോട്. കാരണം അത്രയും ദുർഘടമായ പാതകളൊക്കെ താണ്ടി സിബി അവിടെ എത്തിയപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ അവർ പങ്കുവച്ച വിവരങ്ങൾ, ബലാത്സംഗം ചെയ്ത് കളയും, നിങ്ങൾ ബജ്രംഗ് ദളിനെതിരെ മൊഴി പറഞ്ഞാൽ ബലാത്സംഗം ചെയ്ത് കളയും, കൊന്നു കളയുമെന്ന ഭീഷണി പോലീസുകാരുടെ മുൻപിൽ വെച്ചാണ് മർദ്ദിച്ചത്. ജീവിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ആ പെൺകുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോകാൻ തീരുമാനിച്ചത്. ആ പെൺകുട്ടികളെയാണ് ജീവിതമില്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് തുടർന്ന് ജീവിക്കാൻ ഒരു സാധ്യതയും നിലനിർത്തില്ല എന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് ബലാത്സംഗം ചെയ്ത് കളയുമെന്ന് മാതാപിതാക്കളുടെ മുൻപിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. വിനിഷ, തീർച്ചയായും ഈ പെൺകുട്ടി നൽകിയ, അല്ലെങ്കിൽ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബജരംഗ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണം, മാത്രമല്ല ഭീഷണി, കൂടാതെ തുടർച്ചയായ മർദ്ദനം, ഇതെല്ലാം അവർക്ക് കൊടിയമായ ക്രൂരമായ പീഡനമാണ് അവർക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നേടേണ്ടി വന്നത്. അതിൽ പ്രധാനമായും ഈ പെൺകുട്ടി പറയുന്നത്, ഈ കന്യാസ്ത്രീമാർക്കെതിരെ മൊഴി നൽകാൻ, അല്ലെങ്കിൽ മൊഴി നൽകിയില്ലെങ്കിൽ നിങ്ങളെ കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഈ ബജരംഗ പ്രവർത്തകരുടെ കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ പറയുന്നു. മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള വീട്ടുകാരെ കൊലപ്പെടുത്തുമെന്ന് അവർ ഭീഷണി മുടക്കുന്നു, അവരെ മർദ്ദിക്കുന്നു. ബജരംഗൾ വനിതാ നേതാവായ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ വലിയ സംഘം അവിടെ എത്തി അഴിഞ്ഞാടുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ പെൺകുട്ടി പറയുന്നത് ക്രൂരമായി തല്ലി ചതയ്ക്കുന്ന സാഹചര്യമുണ്ടായി, മുഖത്തടിക്കുന്നു, കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇത്തരത്തിൽ ആക്രമിച്ചു. അതുകൂടാതെ ഈ കന്യാസ്ത്രീകൾക്ക് എതിരായി പറയണമെന്ന് ആവശ്യപ്പെട്ടു, മൊഴി മാറ്റാൻ ആവശ്യപ്പെട്ടു. റെയിൽവേ പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നുള്ളതാണ്. ഇതിൽ കൃത്യമായി പെൺകുട്ടികൾ അവരെ സഹായം തരികെങ്കിലും റെയിൽവേ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നൊരു കാഴ്ച കൂടി ഉണ്ടായി. അതാണ് ഇവർ പറയുന്നത്. ഏറ്റവും പ്രധാനമായും ഈ കന്യാസ്ത്രീമാർ അവരുടെ കൂടെ ഞങ്ങൾ സമ്മതത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്,
സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടും അവർ അത് ഇതിൽ മതപരിവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ മതം മാറാൻ വന്നതാണെന്ന രീതിയിൽ സംസാരിക്കുകയും അവരോട് വളരെ മോശമായി അസഭ്യം പറയുന്ന ഈ കന്യാസ്ത്രീമാരടക്കം അസഭ്യം പറയുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തതെന്നും ഇവർ നോക്കി നിൽക്കുക ആ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ അത്തരത്തിൽ ക്രൂരമായ പീഡനമാണ് ഇവർ ഏറ്റതെന്നും ഇവർ പറയുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ കമലേശ്വരി പ്രധാൻ അവരുടെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അവരുടെ അമ്മയുമായി സംസാരിച്ചു. വളരെ പാവപ്പെട്ട വീട്ടിലൊരു ആദിവാസി കോളനിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, യുവതിയാണ്. അവർക്ക് 20 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായ യുവതി കൂടിയാണ് അവർ. അവരുടെ വീട് ഈ അടുത്തിടയ്ക്കാണ് അവർ വീട് വെച്ചത്. അത് അതിൻ്റെ ലോൺ 4-5 ലക്ഷത്തോളം ലോണുണ്ട്. ആ ലോണെല്ലാം തന്നെ അടച്ചു തീർക്കണം. അവർ 5 പെൺമക്കളാണ്. ഇവർക്ക് ആ വീടിൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിയാണ് അവർ ഈ കന്യാസ്ത്രീമാർക്കൊപ്പം ജോലിക്ക് പോയത്. അവർ തന്നെ പറയുന്നുണ്ട്, അവർ 10 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി അവർക്ക് വെറും 200-250 രൂപ മാത്രമാണ് അവർക്ക് ജോലി ഇതുവരെ ലഭിച്ചിരുന്നത്. അവരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടോട് പോകുമ്പോഴാണ് ഇങ്ങനെ കന്യാസ്ത്രീമാർ അവർക്ക് പരിചയമുള്ള ഇതിനു മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന ഇവരെ കൂട്ടുകാരിൽ ഒരാളാണ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ആ കന്യാസ്ത്രീമാരുമായിട്ട് നേരത്തെ തന്നെ ഇവർക്ക് പലപ്പോഴും തൊട്ടടുത്തുള്ള ആശുപത്രികളിലൊക്കെ എത്തി അവർക്ക് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ആ കന്യാസ്ത്രീമാരാണ് ഇവർക്ക് ഇങ്ങനെ ജോലി വാഗ്ദാനം ചെയ്തത്. മാത്രമല്ല ഇവരുടെ ആദിവാസി കോളനികളിൽ നിരവധിയായ പെൺകുട്ടികൾ ഇത്തരത്തിൽ പല മഠങ്ങളിലും മറ്റുമായിട്ട് ഈ ക്രൈസ്തവ സഭയുടെ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് നല്ല ജീവിത നിലവാരത്തിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അത്തരത്തിലൊരു നല്ലൊരു ജീവിത സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ ഈ കന്യാസ്ത്രീമാർക്കൊപ്പം പോകാൻ തയ്യാറായതും. അങ്ങനെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ബജരംഗ് പ്രവർത്തകരെ കൂട്ടത്തോടെ ആക്രമിക്കുന്നൊരു ഘട്ടമുണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ക്രൈസ്തവ വിശ്വാസികളാണോ എന്നുള്ളൊരു കാര്യത്തിലും വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ BJP സർക്കാർ പറയുന്നത് ഇവരെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയെന്നായിരുന്നു. എന്നാൽ അവർ പറയുന്നത് കഴിഞ്ഞ 4-5 വർഷമായി ഞങ്ങൾ ക്രൈസ്തവ സഭയുടെ ഭാഗമായി ക്രൈസ്തവ വിശ്വാസികളായി ജീവിക്കുന്നവരാണെന്ന് ഈ അമ്മയും പെൺകുട്ടിയുടെ അമ്മയും പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതൊക്കെ ഈ 2 കാര്യങ്ങൾ, ഒന്ന് മതപരിവർത്തനം, മറ്റൊന്ന് മനുഷ്യക്കടത്ത്, ഈ രണ്ടും ഇല്ല എന്ന് കൃത്യമായി തന്നെ ഈ പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലിൽ വ്യക്തമാക്കുകയും ചെയ്യും. എന്നിട്ടും ആണ് ഈ കന്യാസ്ത്രീയെയും ഈ ആദിവാസി യുവാവിനെയും ജയിലടയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. തീർത്തും ഈ ഒരു NA ആക്ട് പ്രകാരമൊന്നും കേസ് നിലനിൽക്കില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഈ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. അത് തന്നെയാണ് ഈ കന്യാസ്ത്രീമാർക്ക് ഈ പ്രത്യേക NA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ കാരണമായതും. എന്തായാലും ഈ പെൺകുട്ടികളുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെയും വളരെ ഒരു ശോച്യമായ അവസ്ഥയെന്ന് നമുക്ക് പറയാം. പാവപ്പെട്ട കുറേ ആളുകൾ അവർക്ക് ഒരുപാട് വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നില്ല. അവർ ഓരോ ദിവസവും 10-200 രൂപ മാത്രം ലഭിക്കുന്ന ആ വരുമാനം കൊണ്ട്, തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം, അവിടെ 5 പെൺകുട്ടികൾ, അത്തരത്തിലൊക്കെ അവരുടെ ജീവിതവും വളരെയധികം ബുദ്ധിമുട്ടി പോകുന്ന ഒരു കുടുംബമാണ്. അവരവിടെയാണ് ജീവിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ കന്യാസ്ത്രീമാർക്കൊപ്പം പോയത്. അവരെയാണ് ഈ ബജരംഗ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുകയും ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കൂടെ ഉണ്ടായിരുന്ന യുവാവിനെ മർദ്ദിക്കുകയും മാത്രമല്ല നിരന്തരം ആക്രമിച്ചു അല്ലെങ്കിൽ നിരന്തരം മർദ്ദിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. ശരീരമാസകലം മർദ്ദിച്ചു. അവർ പറയുമ്പോഴെല്ലാം തന്നെ ആ പെൺകുട്ടികൾ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. തീർത്തും ഒരു നിയമവിരുദ്ധമായും അല്ലെങ്കിൽ ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വേട്ട എങ്ങനെയെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന വാക്കുകളാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്. വിനീഷ, ന്യൂനപക്ഷ വേട്ട എന്നുള്ളത് മാത്രമല്ല സിബി, ഏത് രീതിയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട് ഈ സംഭവം. അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, വേതനം ലഭിക്കുന്നില്ല. ഇതൊക്കെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥ എന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട് ഈ റിപ്പോർട്ട്, അവരുടെ മൊഴികൾ, അവരുടെ വാക്കുകൾ. വിനീഷ, തീർച്ചയായും അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്കറിയാം ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം നിത്യസംഭവങ്ങളാണ്. ഈ ഛത്തീസ്ഗഡിലും മറ്റും പോകുമ്പോൾ ക്രൈസ്തവർക്ക് നേരെയാണെങ്കിൽ അത് UP-യിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം വിഭാഗത്തിന് നേരെയാണ്. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നുള്ളത് ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നിലയിൽ നിത്യസംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാകമാനം നിത്യസംഭവം കൂടിയാണ്. ഈ ഛത്തീസ്ഗഡിലൊക്കെ ക്രൈസ്തവ സഭകൾ മാത്രമല്ല നിരവധി പെന്തക്കോസ്ത് മിഷണറിമാരൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അവിടെയൊക്കെ അവർ എന്നും ജയിലടയ്ക്കപ്പെടുകയും ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ പള്ളികളിലും അടിച്ചു തകർക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഇവർ പറയുന്നത് വളരെ കുറച്ച് മാത്രം, വേറെ 10-20% മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൽ പരാതി നൽകാൻ പലർക്കും ഭയമാണ്. പരാതി നൽകിയാൽ പിറ്റേ ദിവസം അവർ കൊന്നുകളയുന്ന രീതിയിലേക്കാണ് ഇവിടെയുള്ള ബജരംഗ് പ്രവർത്തകരും സംഘപരിവാറും ചെയ്യുന്നത്. ഈ സംഘപരിവാറിനും ബജരംഗിനും അവർക്ക് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസും ഒരു ഭരണകൂടവും, അതാണ് ഇവർ ഏറെക്കാലമായി ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇവർ പറയുന്നത് ഈ BJP സർക്കാരിൻ്റെ കാലത്ത് മാത്രം
മാത്രമല്ല ഛത്തീസ്ഗഡിൽ മുൻപ് കോൺഗ്രസിൻ്റെ ഭരണകാലത്തും സമാനമായ സാഹചര്യമായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോഴെങ്കിലും തങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് നേരത്തെ കരുതിയെങ്കിലും കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പോൾ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ ആക്രമണം നേരിട്ടതെന്നും ഇവർ പറയുന്നു. എന്തായാലും അവർ തന്നെ പറയുന്നത് കേരളത്തിലൊക്കെ ഇത്തരത്തിൻ്റെ ഒരു ആക്രമണം നേരിടാൻ കഴിയാത്തില്ല. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സൗകര്യത്തിൽ ജീവിക്കാൻ കഴിയുന്ന അവിടെ LDF അല്ലെങ്കിൽ ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണെന്നും അവർ പറയുകയും ചെയ്യുന്നു. ഇവിടെയും ഈ പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറായതും ഇവിടെ CPI അടക്കമുള്ള ആളുകളുടെ നേതാക്കൾ അവർക്ക് സംരക്ഷണം നൽകുകയും അവരുടെ കസ്റ്റഡിയിലാണല്ലേ അവരാണ് ഇവർക്ക് കൂടെ എപ്പോഴും സംരക്ഷണവുമായി നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു പരാതി പോലും നൽകാനും ഇത്രത്തോളം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനും തയ്യാറായത്. അല്ലെങ്കിൽ ഇതും ഒരു ഒറ്റപ്പെട്ട സംഭവമായി അത്തരത്തിൽ ആ ഒരു പുറലോകം പോലും അറിയാതെ ഇത് പോകുന്നൊരു കാഴ്ച ഉണ്ടാവും. പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ കൂടി അറസ്റ്റിലായി അവർ ജയിലടച്ചതോടെയാണ് ഈ ഒരു സംഭവം പുറലോകം അറിയുന്നത്. അല്ലെങ്കിൽ ഇത് വെറും ഒരു ആദിവാസികൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ ആദിവാസി യുവതികളെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ കേസെടുത്തുകൊണ്ട് അവരെ തന്നെ ജയിലടയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇനി ഒരു നിയമ പോരാട്ടം നടക്കേണ്ടത് ഈ FIR റദ്ദാക്കണമെന്നൊരു ആവശ്യത്തിനാണ്. ഈ FIR ഇപ്പോഴും റദ്ദാക്കിയിട്ടില്ല ഛത്തീസ്ഗഡിലെ BJP സർക്കാർ എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഈ 2 സെക്ഷനുകൾ BNS 143 എന്ന ആക്ട് അത് NA ആക്ടാണ്. അതുപ്രകാരം ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ മനുഷ്യക്കടത്ത്, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് ധർമാന്തരം സെക്ഷൻ 4 എന്ന മറ്റൊരു വകുപ്പും ഈ 2 വകുപ്പുകളും NA ആക്ടിൽ പെടുന്ന വകുപ്പുകളായതുകൊണ്ട് തന്നെ ഇത് NA കോടതിയാണ് പരിഗണിച്ചത്. പക്ഷേ ഇനി ഈ ഒരു FIR റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതിയിലടക്കം പോകാൻ തീരുമാനിക്കുകയാണ് സഭ. അതായത് ഇതിൽ ഈ FIRമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതി ചേർത്ത വകുപ്പുകൾ അത് നിലനിൽക്കില്ല എന്ന് കോടതിക്ക് പ്രഥമദൃഷ്ട്യാ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പെൺകുട്ടികൾക്ക് ജാമ്യം ലഭിച്ചു, ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതും. ഇതിൽ മറ്റൊരു ആശങ്കയുള്ളത് ഈ പെൺകുട്ടികൾ ഈ കന്യാസ്ത്രീമാരുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് NIA അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണം അടക്കമുള്ള ഈ കർശനമായ ഉപാധിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് NIAയിലേക്ക് പോകുമെന്ന ആശങ്ക ഇവർക്ക് ഇപ്പോഴുമുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് NIA ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തും. റെയിൽവേ പോലീസ് അടക്കം NIA ഇത്തരത്തിൽ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചെയ്യും. അതിനുശേഷം ഇത്തരത്തിൽ NIA ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഈ മനുഷ്യക്കടത്തെന്ന ഒരു വകുപ്പ് മാറാനുള്ള സാധ്യതയാണുള്ളത്. കാരണം കൃത്യമായ ഒരു തെളിവോ മറ്റും ഇതിലില്ല എന്നുള്ളതും വ്യക്തമാണ്. ഇവിടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ ഈ 3 പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും നൽകിയ സത്യവാങ്മൂലം ഏറെ പ്രധാനമായിരുന്നു. അതായത് തങ്ങളുടെ കുട്ടികളെ മതപരിവർത്തനം നടത്തിയിട്ടില്ല, തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് അവർ ഈ കന്യാസ്ത്രീമാരോടൊപ്പം പോയത്. മറ്റൊന്ന് ഇവർക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, ഇവർ ഇത്ര വർഷമായി ഇവർ ക്രൈസ്തവ വിശ്വാസികളാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ സത്യവാങ്മൂലത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കോടതിയിൽ ഈ ഒരു ജാമ്യാപേക്ഷയിൽ ഇവർക്ക് ജാമ്യം ലഭിച്ചത്. മാത്രമല്ല നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ഈ ഒരു ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമ്പോഴും ഇവരുടെ കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ കസ്റ്റഡി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതികളെ കൊണ്ട് തെളിവെടുപ്പിന് പോകേണ്ടി വരും, മറ്റ് പല ഘട്ടങ്ങളിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇതിനൊന്നും കൃത്യമായി തെളിവില്ല എന്ന് കൃത്യമായി ഈ ഒരു പ്രോസിക്യൂഷൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അതും BJPയുടെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. എന്തായാലും ഇതിൽ BJP സർക്കാരിനെ സംബന്ധിച്ച് അവർ ബജരംഗ് പ്രവർത്തകരെയും സംഘപരിവാറിനെയും പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ ആദിവാസിയായ യുവാവിനെയും 2 കന്യാസ്ത്രീമാരെയും പിടിച്ച് ജയിലിൽ അടച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കൃത്യമായി ഈ ജാമ്യ ഉത്തരവിലൂടെ വെളിവാക്കുകയും ചെയ്തു. ഇവർക്കെതിരെ ചുമത്തിയ സെക്ഷനുകൾ പക്ഷേ അത് തെളിയിക്കുന്ന സാധൂകരിക്കുന്ന ഒരു തെളിവും പ്രോസിക്യൂഷൻ തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ശക്തമായ എതിർപ്പും ശക്തമായ രീതിയിൽ തന്നെ വാദവും കന്യാസ്ത്രീകളുടെ അഭിഭാഷകന്റെ ഭാഗത്തുണ്ടായപ്പോൾ സ്വാഭാവികമായും ആ കേസ് ഒന്നും തന്നെ ഇല്ലാതായി തീർന്നതിന് വേണം പറയാം. പക്ഷേ എങ്കിലും FIR നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോടതികൾ ഇനിയും കയറിയിറങ്ങേണ്ടി വരും, ഇനിയും വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരും. ആ നിയമ പോരാട്ടത്തിലേക്ക് പോകാത്ത രീതിയിൽ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തന്നെ ഈ ഒരു FIR തന്നെ റദ്ദാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത, അതിനുവേണ്ടിയുള്ള നിയമപരമായ ഇത്തരത്തിലുള്ള കൂടിയാലോചനയും എല്ലാം തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ അത് FIR റദ്ദാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ സഭാ നേതൃത്വം നൽകുന്ന വിവരം. യെസ്, താങ്ക് യു സിബി. അവിടെ പോയതിനും ആ പെൺകുട്ടികളോട് സംസാരിച്ചതിനും ആ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന അനുഭവങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിച്ചതിനും ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചതിനും കാരണം അത്രയേറെ ദുരിതം പേറിയാണ് ആ പെൺകുട്ടികളുടെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഭീഷണിക്ക് മുകളിലാണ്. അവിടെ
നാരായൺപൂരിലെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതിയുമായി ചെല്ലുമ്പോൾ ആ പരാതി സ്വീകരിക്കാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഓർച്ചയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പെൺകുട്ടികൾ പരാതിയുമായി പോകുന്നുണ്ട്. ദുർഗ് പോലീസ് സ്റ്റേഷനിലും പെൺകുട്ടികൾ പരാതി നൽകാനിരിക്കെയാണ്. ഓൺലൈനായി പരാതി നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.